Praise the Lord. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പുതിയ മാസത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. Praise God. We praise God for this beautiful new month. ഈ പുതിയ മാസത്തിൽ പരിശുദ്ധാത്മാവിന്റെ കരം അസാധാരണമായി താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. In this new month, may the hand of the Lord be visible in your life. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ സത്യവേദപുസ്തകം ഇപ്രകാരം പറയുന്നു. Romans 16 verse 20 says, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴാക്കി ചതച്ചു കളയും. The Lord of peace shall soon crush Satan underneath your feet. ഒന്ന്, നിനക്ക് സമാധാനം നൽകുന്ന ഒരു ദൈവമുണ്ട്. Firstly, there is a God who gives you peace. പിശാച് അസ്വസ്ഥത കൊണ്ടുവരുന്ന സ്ഥലത്ത് അതിന്റെ പ്രവൃത്തികളെ ചതച്ചു കളയുന്ന ദൈവം. The devil who has brought so much of chaos in your life, the Lord who crushes that. ദൈവം അതിനെ ചതച്ചു കളയും. The Lord crushes that സമാധാനത്തെ തരും and gives you peace. ഞാൻ എന്റെ ജനത്തിന് സമാധാനം നൽകും എന്ന് പറഞ്ഞ ദൈവം. The Lord who says that I will give peace to my people. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവ്. My peace I give unto you. പിശാചിന്റെ പ്രവൃത്തികളെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയും. The same Lord will crush the works of Satan underneath your feet. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലുകൊണ്ട് അതിനെ ചതയ്ക്കുവാൻ ബലം നൽകും. Which means he gives you the strength to crush the works of Satan underneath your feet. പിശാച് നിന്റെ മേൽ വാഴത്തില്ല. Satan cannot reign over you. നിന്റെ കുടുംബത്തിന് മേൽ വാഴത്തില്ല. Devil cannot reign over your മിനിസ്ട്രിയുടെ family, മേൽ വാഴത്തില്ല. over your ministry, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ in your വാഴത്തില്ല. personal life. നിങ്ങൾ അതിനെ ചതച്ചു കളയും. You will crush Satan underneath your feet. യേശു സമാധാനത്തെ നൽകുന്ന ദൈവം. Because Jesus is the Lord who gives you peace. വിശ്വസിക്കുക, Believe ഈ മാസം ജയത്തിൽ നടക്കുക. and walk victoriously this month. Amen. Amen.